ഓർമ്മയിലെന്നും കൊച്ചിൻ ഹനീഫ. കൊച്ചിൻ ഹനീഫയ്ക്കയുടെ ഓർമ്മകളുടെ 2-ാം അധ്യായം ഇവിടെ തുടങ്ങുന്നു. സലീമേട്ട, നമ്മൾ ഇപ്പൊ തുടക്കത്തിൽ ധർമ്മേന്ദ്രയെയും മണവാളനെയും കുറിച്ച് പറഞ്ഞു, അവരുടെ കോമ്പിനേഷനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ ആ ഒരു സംഘത്തെക്കുറിച്ച് പറഞ്ഞു, ആ ഒരു സെറ്റ് ഓഫ് ഹ്യൂമർ ഫിലിംസ്, 8 കണക്കിന് നർമ്മമുള്ള സിനിമകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ എത്തേണ്ട ഒരാൾ കൂടിയുണ്ട്. കൊച്ചിൻ ഹനീഫയ്ക്കയുടെ ഓർമ്മകളുമായി നമ്മളുടെ ഒപ്പം ചേരാൻ എത്തുന്നത് മലയാളികൾ എക്കാലത്തും ഓർക്കുന്ന, റിപ്പീറ്റ് വാച്ചുള്ള, ഒരുപാട് തവണ വീണ്ടും വീണ്ടും കണ്ടാലും നമ്മൾ ചിരിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സിനിമകൾ നമുക്ക് സമ്മാനിച്ച സംവിധായകൻ. ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ഷാഫി. ഷാഫി സാർ നമസ്കാരം. സലീമേട്ടൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ ഓടിച്ചോണ്ട് വന്ന ആള് ധർമ്മേന്ദ്രയാണെങ്കിലും പിന്നീട് സലീമേട്ടന്റെ എല്ലാ പണികളും ചെയ്തു കൊടുക്കുന്ന ഒരാളായി അയാൾ മാറിയെന്നും സലീമേട്ടൻ പറഞ്ഞു. ഒരു ഈഗോ ഇല്ലാതെ, അത്തരത്തിലുള്ള ഒരു ഡിഫറൻസ് കാണിക്കാതെ, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ, ക്യാരക്ടർ എന്നുള്ള നിലയിലല്ല, അങ്ങനെയാണ് ഹനീഫൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു. ഞാൻ ജോണി ചേട്ടനോട് ചോദിച്ചു, ഹനീഫൊക്കെ വളരെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള സിനിമകൾ എഴുതിയിട്ടും സംവിധാനം ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഒരാളാണ്. സംവിധാനത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു അഭിപ്രായം പറയുകയോ ഇടപെടുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു. ഷാഫി സാറിനെ സംബന്ധിച്ചിടത്തോളം ഹനീഫയ്ക്ക് ഇതുപോലൊരു ക്യാരക്ടർ ഇങ്ങനെ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഹനീഫൊക്കെ സജഷനുകൾ പറയുകയോ ഇടപെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? ആ സീൻ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഡയലോഗ് കറക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ടുള്ള സജഷൻ അല്ലാതെ ഒരു സീനിയർ ഡയറക്ടർ അല്ലെങ്കിൽ ഒരു സീനിയർ റൈറ്റർ അല്ലെങ്കിൽ ഒരു സീനിയർ ആക്ടർ എന്നുള്ള നിലയ്ക്ക് പുള്ളി നമ്മളുടെ മുമ്പിൽ വളരെ ജൂനിയറായിട്ട് നിൽക്കുള്ളൂ. ഡയറക്ടർ എന്ത് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു അതനുസരിച്ച് ചെയ്യുന്ന ഒരാളാണ്. അല്ല, സിനിമയ്ക്ക് ഷാഫി സാർ ഫസ്റ്റ് പടം ചെയ്യുന്നതിന് മുമ്പേ ആത്മബന്ധം ഉണ്ടല്ലോ അല്ലേ? എനിക്ക് എന്റെ സ്കൂളിൽ ചേർക്കുന്ന പരിചയമുള്ള ആളാണ്. ഞങ്ങളൊക്കെ പുല്ലേപ്പിടിക്കാരാണ്. പിന്നെ എൻ്റെ അമ്മാവനും അനീഫ്ക്കൊക്കെ ഒന്നിച്ച് ഒരു നാടക ട്രൂപ്പിലുണ്ടായിരുന്നു. എറണാകുളത്ത് പുല്ലേപ്പിടിയിൽ ഭാവന തിയേറ്റേഴ്സിനൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു. എൻ്റെ അമ്മാവൻ ഷെറീഫ് മാമ എന്ന് പറയും, സുഹൃത്തുക്കളാണ് ഇവർ. അപ്പം ഇടയ്ക്ക് വീട്ടിൽ വരും, തറവാട്ടിൽ വരും. അത് അനീഫ് കട പടങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ തറവാട്ടിലെല്ലാവരും 10-30 പേരുണ്ട് കേട്ട് ഒന്നിച്ച് സിനിമ കാണുമ്പോൾ അതൊക്കെ എനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ട്. എല്ലാവരും പോയിട്ടുണ്ട്. കാരണം പുല്ലേപ്പടിയിലെ ഏക നടനാണ് അനീഫ്. അത് കഴിഞ്ഞ് ചെന്നൈയിലായിരുന്നു സ്ഥിരം. അപ്പോൾ ഇടക്ക് പുല്ലേപ്പടിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ മാമയുടെ അടുത്ത് വരും, അല്ലെങ്കിൽ പുല്ലേപ്പടി ജംഗ്ഷനിൽ വരും. വന്നു കഴിഞ്ഞാൽ ചെറുപ്പക്കാരുടെ ഒരു സംഘം ഉണ്ടാവും കൂടെ. അതിനകത്ത് ഏറ്റവും പ്രധാനികളാണ് സിദ്ദീഖണ്ണനും ലാലേട്ടനും. ഈ സിനിമാ കഥകളാണ്. ഞങ്ങളെയൊക്കെ ഒരു 8:30 ആകുമ്പോൾ വീട്ടിലേക്ക് വിളിക്കും. അവരുടെ സംസാരം 1 മണി 2 മണി വരെ പോകും. പക്ഷെ അന്നും നമ്മളോടൊക്കെ ഒരു സ്നേഹവും വാത്സല്യത്തോടുകൂടി തന്നെയാണ് അവസാനം വരെ അനീഫ്ക്ക് പെരുമാറിയിട്ടുള്ളൂ. ഇപ്പോൾ എൻ്റെ സിനിമകളിലാണെങ്കിൽ സത്യം പറഞ്ഞ് ഞാൻ പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ആകെ 3 പടത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ. വൺ മാൻ ഷോയിൽ ഒരു ഗസ്റ്റ് റോളാണ്. അത് തലേ ദിവസം വിളിച്ചു, പുള്ളി പിറ്റേ ദിവസം തന്നെ വന്ന് ചെയ്തു. പിന്നെ പുലിവാൽ കല്യാണത്തിൽ ഒരു ത്രൂ ഔട്ട് വലിയ വേഷമാണ്. മണവാളിനും കൂടി തകർത്താണല്ലോ. ഇപ്പോഴും റീലുകളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സാധനമല്ല. അതുപോലെ തന്നെ മായാവിലും ഒരു ഗസ്റ്റ് റോളായിരുന്നു, ജയിലറായിട്ട്. അത് കുറച്ചുണ്ട് അല്ലേ, 3 ദിവസം. പിന്നെ ചട്ടമ്പിതാറിൽ നല്ലൊരു വേഷം ഉണ്ടായിരുന്നു അനീഫ്ക്കാക്ക്. അപ്പോൾ ഞാൻ വിളിച്ചു, അനീഫ്ഖാനെ വിളിച്ചപ്പോൾ സുഖമില്ലാതിരിക്കണം, കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞു. പുള്ളി അങ്ങ് പൊട്ടിക്കരഞ്ഞു. കാരണം ഒരു സിനിമ വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, റോഷ് ആൻഡ്രൂസിൻ്റെ ഒരു പടമുണ്ട്, അതിലും ചെയ്യാൻ പറ്റിയില്ല. പൊട്ടിക്കരഞ്ഞു. അപ്പോൾ ഞാൻ ആശ്വസിപ്പിച്ചു. ഞാൻ പറഞ്ഞു, ശരിയായിട്ട് അസുഖങ്ങളൊക്കെ മാറിയിട്ട് നമുക്ക് ഇനിയും ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതാണ് അവസാനമായിട്ട് സംസാരിച്ചത്. പിന്നീട് പലതവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു, ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. നമ്മൾ ഈ പറഞ്ഞാൽ അദ്ദേഹം ഗംഗാധരൻ പോലുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് സിനിമയുടെ ഇത്രയും മേഖലകളിലൂടെ പോയെന്നുള്ളത്
വലിയ കൺഫ്യൂഷൻ. അത് എഴുതുന്ന സിനിമകൾക്ക് നമ്മൾ പരിചയപ്പെടുന്ന അനീഫിക്കായിട്ട് ഒരു ബന്ധവുമില്ല. ഈ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ മെലോ ഡ്രാമകളുണ്ടല്ലോ, അതായത് നമ്മൾ എന്നാ പറയണ്ടേ, ചീഫ് ജസ്റ്റിസ് ആയിരിക്കും പ്രസാദ് സാറിൻ്റെ. അദ്ദേഹം പിന്നെ ജയിലിൽ കിടക്കുക, അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വെച്ചിട്ട് അദ്ദേഹം ജയിലിൽ കിടക്കുക. ആരാച്ചാര് മൗസാറാണെങ്കിൽ സ്വന്തം മകനെ തൂക്കിക്കൊല്ലേണ്ടി വരിക. അങ്ങനത്തെ ഞാൻ അതിനോട് ചോദിച്ചിട്ടുണ്ട് ഭയങ്കര രസം. പക്ഷേ വേറെ ഉണ്ട്, ഞാൻ കാലങ്ങളിൽ അത്തരം മെലോ ഡ്രാമകളെല്ലാം വിജയിച്ചിരുന്നു എന്നുള്ളതാണ്. സിനിമ കാലഘട്ടത്തിന് ആവശ്യമായ സാധനമല്ലോ സക്സസ് ആയിട്ട്. അതുപോലെ തന്നെ വാത്സല്യത്തിന്റെ കാര്യം എന്നോട് ഒരു ദിവസം പറഞ്ഞു. വാത്സല്യത്തിന്റെ ഒരു ക്ലൈമാക്സിൽ മമ്മൂക്ക ഈ സിദ്ദിഖേട്ടൻ അവിടെ കാണാൻ ചെല്ലുമ്പോൾ ആ പയ്യനുണ്ടല്ലോ മമ്മൂക്കയുടെ മകനായിട്ടുള്ള, അവനെ ആ പറമ്പിൽ വെച്ച് പാമ്പ് അങ്ങോട്ട് കുത്തിയിട്ട് അങ്ങനൊരു ഇമോഷനിലേക്ക് പ്ലാൻ ചെയ്തായിരുന്നു. ഞാൻ പറഞ്ഞു എന്റെ പൊണ്ണ് അനീഫ്ക, ഒന്നാമതേ ആ പടം കണ്ടുന്നതിന് കൊണ്ട് കൊച്ചിനെ കൂടെ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു അത്തരം ഇമോഷന്റെ അല്ലെ അങ്ങനത്തെ എനിക്ക് തോന്നുന്നു. അതെനിക്ക് തോന്നുന്നത് ഈ എഴുത്ത് തുടങ്ങിയ സമയത്ത് അന്ന് ഹനീഫിക്കൻ ഈ തമിഴ്നാട്ടിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. കരുണാനിധിയൊക്കെ അവിടെ കൊണ്ടുപോയി. അപ്പം അവിടത്തെ എഴുത്തായത് അവിടെയാണ് എല്ലാം. ഒരു പാമ്പും കൂടെ ഉണ്ടെങ്കിൽ അവിടെ ഓക്കെ. അനീഫ്ഖാണ് മിമിക്രിയാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടിരിക്കുന്നത്. ശിവാജി ഗണേശനാണ് അനുകരിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ. അനീഫ്ഖ എനിക്ക് തോന്നുന്നത് മരണം വരെയും അനീഫ്ഖയുടെ മനസ്സിൽ ഏറ്റവും ഗംഭീര നടൻ ശിവാജി ഗണേശൻ. സത്യം മാഷിനെയും സത്യം ശിവാജി ഗണേശനെ കുറ്റം പറഞ്ഞാൽ പുള്ളി ചൂടാവും. അപ്പൊ അങ്ങനെ ഈ എന്താ പറയാ, അന്നത്തെ ഒരു അഭിനയം ഉണ്ടല്ലോ, ഇളകിയുള്ള അഭിനയം, അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. എല്ലാത്തരം, അതായത് നമ്മൾ ഹ്യൂമറിൽ എടുത്താൽ ഇപ്പൊ സ്ലാപ്സ്റ്റിക് ആയിട്ടുള്ള പരിപാടികൾ, ഈ പറഞ്ഞ പോലെ വീഴുക, ഞെട്ടുക, ഈ നമ്മൾ ഈ എഫക്റ്റ് എന്ന് പറയില്ലേ, എഫക്റ്റ് ലൗഡറായിട്ട് ഇടുന്ന ഒരു ആക്ടർ, ഇങ്ങനത്തെ ഈ ഞെട്ടിക്കഴിയുമ്പോൾ ഉള്ള എഫക്റ്റുകൾ വളരെ ലൗഡറായിട്ട് ഇടുന്ന പരിപാടികൾ ചെയ്യുന്നുണ്ട്. വളരെ സെറ്റിലായിട്ടുള്ള കഥാപാത്രങ്ങൾ. ഇപ്പം രാജമാണിക്യത്തിൽ കഥ പറയുന്നത് ഇത് അമ്മയാന്നൊക്കെ പറയുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഹനീഫയ്ക്ക് വളരെ ഗൗരവമായിട്ട് സൂത്രധാരനിലെ കഥാപാത്രമാണെങ്കിലും ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് വില്ലൻ. ദേവാസുരത്തിലെ 2 സീനേ ഉള്ളൂ. അതായത് ചേട്ടത്തെ മോഹിച്ച് വന്നിട്ട് അനിയത്തെ കെട്ടിക്കൊണ്ട് ലാലേട്ടൻ്റെ പക്ഷെ അങ്ങനല്ലാതെ വേറെ ആരും അത്രയും ആ 2 സീൻ കൊണ്ട് ഇത്രയും ട്രെയിൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റ് ഒരു പെണ്ണിനെ മോഹിച്ചു വന്നു ഒരുത്തൻ. എനിക്കൊരു ഭാഗ്യം ഉണ്ടായിട്ടുള്ളത്, ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത കുറെ പടങ്ങളിൽ അനീഫ്കായിട്ട് വർക്ക് ചെയ്യാൻ. ജോണി ചേട്ടനും പറഞ്ഞു ഏറ്റവും ഇതാണ് പഞ്ചാബി ഹൗസ്, പഞ്ചാബി ഹൗസ്, ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം, അങ്ങനെ കുറെ പടങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഹിറ്റ്ലർ, സൂപ്പർമാൻ, ഹിറ്റ്ലറിലെ കഥാപാത്രം തല്ലിപ്പൊളി ജബ്ബാർ അല്ലേ, പിള്ളാച്ചൻ. എനിക്കൊന്ന് ഇന്നസെന്റ് ചേട്ടനെ പോലും പരാമർശിക്കപ്പെടുന്ന പോകുന്നൊരു വേഷ ഈ തല്ലിപ്പൊളി ജബ്ബാർ, പിള്ളാച്ചൻ അല്ല, ഇവര് തമ്മിലുള്ള ഒരു നേരത്തെ ഈ ജോണി സുന്ദരപുരുഷനെ പറ്റി പറഞ്ഞല്ലോ, അതില് അദ്ദേഹത്തിന് ചെങ്ങല ഇട്ട് കൊണ്ടിരുന്ന ഒരു സീനുണ്ട്. അതിനി പാട്ട് വെച്ചെടുത്തതാണോ നിങ്ങൾ എടുത്തില്ല? അതില് ട അങ്ങനെ ട്യൂൺ ഉണ്ട്. അത് അതിന്റെ അപ്പോഴൊക്കെ പുള്ളി പറഞ്ഞ ശിവാജിയാ. അവിടെ അല്ല പുള്ളി അങ്ങനെ 2 പേരെ ഞാൻ ആവാഹിക്കണേ കണ്ടിട്ടുണ്ട് ശരീരത്തിൽ കയറ്റിട്ട്. ഒന്ന് ശിവാജി, പിന്നെ 2ാമത്തത് അമ്മയുടെ ഷോ കോഴിക്കോട് നടക്കണം. ഇതേപോലെ ചങ്ങലക്കെട്ട് പറഞ്ഞു സദ്ദാം ഹുസൈനെ ചങ്ങലക്കെട്ടുണ്ട്. എന്റെ ദൈവമേ, സദ്ദാം ഹുസൈനാണ് പുള്ളി. ബുഷ എന്നൊക്കെ പറഞ്ഞിട്ട് ദിലീപിനെ അല്പം കൂടി നിങ്ങൾ തല്ലും. അതേപോലെ ഈ 2 പേരെ ഈ ശരീരത്തിലാവും. ഞാൻ പറഞ്ഞു, നിങ്ങള് സദ്ദാം ഹുസൈനെ ആവാഹിച്ചത് എന്താണ് ചെയ്തത്? എടാ അവൻ രക്തസാക്ഷിയല്ലേ, അവൻ രക്തസാക്ഷിയാണ്. അത് പുള്ളി സെന്റിമെന്റലായി കളഞ്ഞു സദ്ദാം ഹുസൈന. ഈ നസീർക്ക് ഈ ഹനീഫിനെ അവതരിപ്പിക്കുന്നതിനെ പറ്റി അദ്ദേഹം അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? ഈ ആവാഹനം പറഞ്ഞുകൊണ്ട് പറഞ്ഞതാ, ഇത് ആവാഹിച്ച് ആണിയടിച്ച് ഒരുപാട് സ്റ്റേജുകളിൽ കൊണ്ട് അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അനീഫ് ഖാനെ അനുകരിച്ച് അനീഫ് ഖാനേക്കാളും കൂടുതൽ കാശുണ്ടാക്കിയിട്ടുള്ള മനുഷ്യൻ. എന്നോടങ്ങനെ ഞാൻ അനുകരിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല എന്നതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്കറിയാൻ പറ്റും, എന്നറിയാം, ഈ അവരുടെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു മാനറിസം എടുത്തിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത് സ്ഥിരമായിട്ട്. കുറെ കണ്ടു കഴിയുമ്പോൾ അവർക്ക് തന്നെ തോന്നും ഞാൻ ഇങ്ങനെയാണോ എന്ന് തോന്നുമായിരിക്കും. അവര് മാറ്റും, ഇവിടെ മാറ്റിയിട്ടുണ്ടാവില്ല. ആർക്കും ഇഷ്ടമല്ല. അതാണ് ആർക്കും ഇഷ്ടമല്ല. അതെന്താ അറിയുമോ, മിമിക്രി ചെയ്യുമ്പോ നമ്മൾ അതിൽ ചെയ്യുമ്പോ സ്വല്പം ഓവറാക്കി ചെയ്യും. ഓവറും ചില സാധനങ്ങൾ എടുത്തു വെക്കുന്നോണ്ടാണ്. അതായത് ഇപ്പം അണ്ണൻ തമ്പിയില് മമ്മൂക്കനെ അനുകരിക്കുന്നുണ്ട്. ആ അനുകരണത്തിന് മമ്മൂക്ക കാണിക്കുന്നത് ഇങ്ങനെയാണ്.
നിങ്ങൾ സിനിമ പേര് ഡംഷറാട്സ് കളിക്കുമല്ലോ നമ്മള്. ഡംഷറാട്സ് കളിക്കുമ്പോ മമ്മൂക്കയാണോ ലാലേട്ടനാണെന്ന് ചോദിക്കാൻ ഇങ്ങനെ കാണിച്ച മോഹൻലാല്, ഇങ്ങനെ കാണിച്ച മമ്മൂട്ടിയാ. അങ്ങനെ മമ്മൂക്ക ഇങ്ങനെ കുത്തിയിട്ടൊരു 40 കൊല്ലെങ്കിലും ആയിട്ടുണ്ട്. 80കളുടെ പടത്തിൽ തുടക്കത്തിൽ 2 പടത്തിൽ കുത്തിയതാണ് ഇപ്പോഴും ചെയ്ത. അതിപ്പോഴും ചെയ്യുമ്പോഴാണ് ഒരു ഇഷ്ടക്കേട് വരാൻ. അത് ചെയ്താലും കുഴപ്പമില്ല, അത് പിന്നെയും അതിനെ അങ്ങോട്ട് വാൾക്കറാക്കി പ്രശ്നം. കുറച്ച് മര്യാദ ചാറെടുക്കുന്നതായിട്ടാണ് പ്രശ്നം. മിമിക്രി ചെയ്യുന്ന ആർക്കും ഇഷ്ടമല്ല. ഞാൻ ഒരുപാട് പേരോട് പേഴ്സണലായിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. മമ്മൂക്ക് ഇഷ്ടമല്ല ഞാൻ ഇങ്ങനെയാണ് കാണിക്കണം. അമ്മയ്ക്ക് ഇങ്ങനെയാണ് കാണിക്കണം. ഏതോ പണ്ട് ജാമ്പോന്റെ കാലത്ത് പഠിച്ച് ചെയ്താണ്. പക്ഷെ അതിപ്പോ വിഷു ഇപ്പൊ എന്നെ ഇപ്പം നമ്മളെ ഒരാൾ കാണിച്ചാലും നമുക്കൊന്ന് ഞാൻ ഇങ്ങനെയാണോന്ന് തോന്നിപ്പോ. അതെ അതെ അതെ. കറക്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ എനിക്ക് അങ്ങനെ പ്രശ്നം ആരെങ്കിലും ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടില്ല. നമുക്ക് ഏതായാലും ഇപ്പൊ നമ്മള് പറഞ്ഞല്ലോ പഞ്ചാബി ഹൗസ് ഉൾപ്പെടെ സിനിമകളെ കുറിച്ച് പറയുമ്പം അനീഫയ്ക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു എഴുത്തുകാരൻ. നിരവധി ഹ്യൂമറിന്റെ ഒരു ഹ്യൂമർ സിനിമകളെ പറ്റി നമ്മളൊരു ബുക്ക് എഴുതിയാൽ അതിൽ പല പേജുകളിലും ആവർത്തിക്കുന്ന പേരുകാരൻ മെക്കാട്ടിൻ ചേട്ടൻ ഹനീഫിക്കനെ ഓർക്കുന്നു. കൊച്ചിൻ ഹനീഫിക്ക എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് ഒരു സ്നേഹമാണ്, ഒരു സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. ഹനീഫ്ക സ്നേഹിക്കുന്ന പോലെ മറ്റൊരാളും സ്നേഹിക്കില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഒരു സഹോദരനെ പോലെ, ഒരു സുഹൃത്തിനെ പോലെ ഒക്കെയാണ് ഹനീഫ്കയുടെ സ്നേഹം. ഹനീഫ്ക അടുത്ത് കുറച്ച് പടങ്ങൾ വർക്ക് ചെയ്തുവെങ്കിലും മനസ്സിൽ നിന്നും മായാത്തത് പഞ്ചാബി ഹൗസാണ്, എല്ലാവർക്കും അറിയാമല്ലോ. ഈ പഞ്ചാബി ഹൗസിൻ്റെ ഷൂട്ടിന് ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യമാണ്, ഹനീഫ്കക്ക് നാളെ വർക്കില്ലെങ്കിലും വർക്കുണ്ടെങ്കിൽ ഞങ്ങളൊരു 6:30 മണിക്ക് വണ്ടി വിടും, അല്ലെങ്കിൽ 7 മണിക്ക് ഹനീഫ്കക്ക് വണ്ടി വിടും. വർക്കില്ലെങ്കിലും ഹനീഫ്കക്ക് 6:30 മണിക്ക് വണ്ടി വീട്ടിലെത്തണം. ഞാൻ ചോദിച്ചു അത് എന്തിന്? എനിക്ക് ഇവിടെ വന്നിരിക്കണം, എനിക്ക് നിങ്ങളോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കണം, വർക്ക് ഉണ്ടായാലും ഇല്ലേലും ഇവിടെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ ഹനീഫ്ക വരും, കൃത്യമായി വരും. ഇനി അതിന് 1/2 മണിക്കൂർ ലേറ്റ് ആയാലും ഹനീഫ്ക വന്നിട്ട് എന്ത് പണിയാണ്, മണി 8 ഇന്ന് വണ്ടി വന്നപ്പോൾ. ഞാൻ പറയാം ഹനീഫ്ക വർക്കില്ലല്ലോ, എപ്പോൾ വന്നാലും പോരാ. അതുപോരാ, എനിക്ക് അതിരാവിലെ എത്തണം. അങ്ങനെ നമ്മളോടൊക്കെ ഇങ്ങനെ വിട്ടുപിരിയാൻ മടിയുള്ള ഒരു നടനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഈ സിനിമയുടെ സമയത്ത് ചില സാധനങ്ങൾ ചില സീനുകളിൽ ഈ ഹനീഫ കൊണ്ട് കൺക്ലൂഡ് ചെയ്യുന്നത് ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ട് ചോദിച്ചിട്ട്. അതായത് ഈ ചിറകൊടിഞ്ഞ കിനാവുകളുടെ കഥ ശ്രീനിയേട്ടൻ പറയുമല്ലോ, ഒരു പാൽക്കാരൻ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വളരെ ഇമോഷണലായിട്ട് ഇത് പറഞ്ഞിറങ്ങുമ്പോൾ ഹനീഫക്ക തീർന്നോ നീ ചോദിക്കുന്നുണ്ട് സൈഡിൽ നിന്നിട്ട്. ആ തീർന്നോല്ല, ഇത് അത്രയും പറഞ്ഞത് കംപ്ലീറ്റ് നശിപ്പിച്ച് കളയുകയും അതിൽ തന്നെ ഈ ഇന്നസെന്റിന്റെ അടുത്ത് വന്നിട്ട് ഈ അറിയാത്ത സാധനത്തിനെ പുച്ഛം കൊടുക്കുന്നൊക്കെ അയാൾക്ക് മറ്റേ കട്ടിലേനാണ് ഏതാ സുപ്രപഞ്ചക്കട്ടിലോ എന്ന് ചില സാധനങ്ങൾ പുച്ഛിച്ചില്ലാതാക്കുന്നതിലും വലിയ മിടുക്കുള്ള പരിപാടിയാണ്. പെട്ടെന്നില്ലല്ലോ മോളിൽ നിന്ന് വീണ് താഴെ വന്നിട്ട് മന്ത്രിസഭ താഴെ പോയത് വായിക്കുന്ന ഒരു ടൈമിങ്. ഹനീഫ്ക പുലിവാൽക്കലിയാണ് ഷൂട്ടിങ്ങിന്. അപ്പോൾ കുറച്ച് നേരത്ത് ഹനീഫ്ക കാണാനില്ല. അപ്പോൾ ഞാൻ ഷാഫിനോട് ചോദിച്ചു എവിടെ പോയി ഷാഫി ഹനീഫ്ക? ഹനീഫ ഒന്ന് ബാത്റൂമിൽ പോയേക്കാണെന്ന് പറഞ്ഞു. ബാത്റൂമിൽ പോകുന്ന വെച്ചാൽ ഒരു 1 മണിക്കൂറോളം ആവാറായി. അപ്പം എന്നോടൊരു ഫോൺ വന്ന് നോർത്തിൽ നിന്ന്, അവിടെ എന്തോ ഉദ്ഘാടനം നടക്കുകയാണ്. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? കൊച്ചിൻ ഹനീഫിയാണെന്ന്. ഒരു ഉദ്ഘാടന ബാത്റൂമിൽ പോയിട്ട് വരുന്നത്. അതുപോലെ നമ്മളിപ്പോ ഏത് സമയത്ത് വിളിച്ചിട്ടും ഒരു 2 ദിവസം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തിയിരിക്കും. കാരണം ഞാൻ ഇപ്പൊ റാഫിക്കയുടെ പടം ഉണ്ടല്ലോ, എന്താണ് നിങ്ങൾ മൈക്കിൾ ജാക്സനൊക്കെ ആയിട്ട് ചതിക്കാത്ത ലൊക്കേഷനിൽ ഞാൻ ചെന്നപ്പോ ഹനീഫ്ക നിൽക്കണോടെ. അപ്പൊ ഞാൻ കഥ കേട്ടാ ഹനീഫ്കയുടെ ക്യാരക്ടർ ഇല്ല അതിനകത്ത്. അപ്പൊ ഞാൻ ചോദിച്ചു ഹനീഫ്ക ഏതാ റോള്? ഞാൻ ഇതിൽ ക്യാമറമാനാ, 2 ദിവസത്തേക്ക് വന്നാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ 1 മാസം കഴിഞ്ഞ് ചെല്ലുമ്പോഴും ഹനീഫ്ക കാരണം ഇവരത് എഴുതി ആ ക്യാരക്ടറിനെ വളർത്തി ത്രൂ ഔട്ട് ക്യാരക്ടറായത് അല്ലേ? ക്യാമറമാനാ. അതെ, ആദ്യം ആ ഡാൻസ് ഷൂട്ട് ചെയ്യുമ്പോ നിങ്ങൾ തീരുമാനിക്കും എന്നിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാതൊക്കെ പറഞ്ഞിരിക്കുന്ന ക്യാമറമാനാ. പിന്നെ പുള്ളി വന്നിട്ട് പുള്ളിയുടെ ഒരു ഗെറ്റപ്പ് ഫിക്സ് ചെയ്യും. വിക്രമക്കുറുപ്പ് ഇങ്ങനെ മീശ, പിന്നെ ഇവിടെ ഒരു വേറെ 2 മീശ, എന്നിട്ട് അതിനകത്ത് കൈ എന്നിട്ടൊരു തമാശ കിട്ടും എനിക്കിടെ. ഇവരുടെ കുപ്പി വീണ് താഴെ വീണ് പൊട്ടും. അപ്പൊ SI ആണല്ലോ പുള്ളി. അപ്പൊ എന്താണ് ഇത് ചോദിക്കുമ്പോൾ പറയും അത് മൂത്രം ഒഴിച്ചാൽ പേടിച്ചിട്ട്
മൂത്രത്തിൽ കല്ലെന്ന് കേട്ടിട്ടുണ്ട്, എന്താണ് ചില്ലെന്ന്. ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ ഉറപ്പായിട്ടും പറയേണ്ടുന്ന ഒരു ക്യാരക്ടറാണ് എൽദോ എന്ന് പറയുന്നത്. കാരണം ഈ എൽദോ ഈ ഞെട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി സ്വാഭാവികമാക്കാൻ അത്ര എളുപ്പമല്ല. അദ്ദേഹം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് ഒരാൾക്കൂട്ടം കണ്ടിട്ട് രണ്ടാമത് തിരിഞ്ഞു നോക്കിയിട്ട് ഒരുണ്ട് ഈ ആശാനത്. അതുപോലെ ഈ കാലുകൾ എനിക്കുള്ളതാണ്, മറ്റേതാണ് എന്നിട്ട് നിന്ന് കഥാപ്രസംഗം പറയാതെ ഒടിക്കട കാലെന്ന് പറയുന്ന സീനിലും ഒക്കെ മീശ മാധവനിലെ പെടലി എന്ന് പറയുന്ന കഥാപാത്രം നമ്മൾ ഒറ്റ ഇരിപ്പിന് ആലോചിച്ചാല് എത്രയോ കഥാപാത്രം. അനിയത്തിപ്രാവിലെ ചേട്ടൻ, എനിക്ക് ഒരു ഡ്രൈവർ വന്നറിയാം, സൂരജില്ല, ഇവരുടെ കോമഡി ഉണ്ട് ഭയങ്കര. എനിക്ക് ഇങ്ങനെ വണ്ടിയെ കയറിയിരുന്ന ഉടനെ ഉറങ്ങും. ഒരു ദിവസം ഭയങ്കര വഴക്ക് സ്നേഹിതന്റെ ഒക്കെ. ഞാൻ എന്ത് പറ്റി എനിക്ക് ജോണി കുറെ ദൂരം ഓടിക്കഴിഞ്ഞിട്ട് ഞാൻ ഇവനോട് ചോദിച്ചു എവിടായി, രാത്രി നമ്മൾ ഉറക്കമല്ലേ, ഇവനോട് ചോദിച്ചു എവിടായെന്ന് ചോദിച്ചപ്പോ അവൻ പറയാ അവനറിയില്ല, അവനും ഉറങ്ങിപ്പോയത്. മറ്റേ പരുന്തിനൊക്കെ വെക്കുന്ന ആളല്ലേ. ലൊക്കേഷനിൽ അനീഫിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു. അനീഫ് അവിടെ ഇരിക്കാണ്ടാ. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ പോണില്ലേ? ഇല്ല, ഡ്രൈവറുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടില്ലെന്ന്. അങ്ങനെ ഡ്രൈവറുടെ നല്ല ഡ്രൈവർ. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുമ്പോഴാണ് എന്റെ കല്യാണം. അനീഫ് ഖാൻ തലേദിവസം വന്നു, കല്യാണത്തിന് അന്ന് വന്നു. തലേദിവസം പുള്ളി ഒരു പാട്ടും പാടി. പാടുവോ അനീഫ് ഖാൻ? പിന്നെ അത് ഞാന് നമ്മള് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ചന്ദ്രകാന്തം കൊണ്ട് 4 കെട്ട് എന്നുള്ള പാട്ടില് പാതയത്തിലെ. അപ്പൊ അല്ല, കല്യാണ വീടാകുമ്പോ എല്ലാവരും ഇങ്ങനെ പാടുന്ന കൂട്ടത്തില് പുള്ളി ഒരു പാട്ട് പാടി. സ്റ്റാർ നൈറ്റിനൊക്കെ പോകുമ്പോ നമ്മൾ കാണുന്നുണ്ട് പല വീഡിയോസ് അല്ല. കാസറ്റ് പാടിയിട്ടുണ്ട്. എൻ്റെ അറിവിലൊരു എൻ്റെ ഫാദറിലോ മാപ്പിളപ്പാട്ടൊക്കെ കമ്പോസ് ചെയ്യുന്ന അതിനകത്ത് പാട്ട് പുള്ളി പാടിയിട്ടുണ്ട്. ഓർമ്മയിലെന്നും കൊച്ചിൻ ഹനീഫ എപ്പിസോഡിൽ മായപ്പൊന്മാൻ എന്ന് പറയുന്ന ചിത്രത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന സമയം തൊട്ട് സിനിമകളിൽ നമുക്ക് ഹനീഫയ്ക്കയുടെ ഒരുപാട് നല്ല കഥാപാത്രങ്ങളൊക്കെ സമ്മാനിച്ച ജോണി ആന്റണി ചേട്ടൻ, അദ്ദേഹത്തിന്റെ സാന്നിധ്യം വളരെ വിലപ്പെട്ടതായിരുന്നു. അദ്ദേഹം പങ്കുവച്ച ഓർമ്മകൾ വളരെ മൂല്യമുള്ളതായിരുന്നു. സാന്നിധ്യത്തിന് ഹൃദയപൂർവ്വം ഒരുപാട് നന്ദി ജോണി ചേട്ടാ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നമ്മളോടൊപ്പം ഇനി ഹനീഫക്കയുടെ ഓർമ്മകളുമായി എത്തുന്നത് ഹനീഫക്കയുടെ സഹോദരനാണ്. അദ്ദേഹവും കലാമേഖലയിൽ പ്രവർത്തിക്കുന്ന ആള് തന്നെയാണ്. സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ഓർമ്മയിലെന്നും കൊച്ചിൻ ഹനീഫ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹനീഫക്കയുടെ സഹോദരൻ നൗഷാദ് ഖാൻ. നൗഷാദ് ഖാൻ നമസ്കാരം. ഞങ്ങളിവിടെ ഹനീഫക്ക എന്ന ചലച്ചിത്ര താരം, സംവിധായകൻ, സുഹൃത്ത് എന്നൊക്കെ പറയുന്ന ഒരു മേഖലകളിലൂടെയാണ് ഹനീഫക്കയെ ഓർത്തതും സംസാരിച്ചതും എല്ലാം. കുട്ടിക്കാലത്തെ ഹനീഫക്ക നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് എങ്ങനെയായിരുന്നു? പുള്ളിനെ പറ്റി എന്തെങ്കിലും പറയാൻ പോയാൽ എനിക്ക് ഭയങ്കര വിഷമം വരും. ഞാൻ ഒരുപാട് ചാനൽസ് വിളിച്ചിട്ട് ഞാൻ പോയിട്ടില്ല. പിഷാലിനെ വിളിച്ചുകൊണ്ട് മാത്രം ഞാൻ വന്നതാണ്. അത് പ്രേക്ഷകരോടും കൂടെ പറയണം. പല പ്രേക്ഷകരും ഇന്ന് നൗഷാദ് ഖാനെ ആദ്യമായിട്ടായിരിക്കും ഒരു ടെലിവിഷൻ പരിപാടിയിൽ അദ്ദേഹത്തിന്റെ ഒരു സഹോദരനെ ആദ്യമായിട്ട് കാണുന്നത്. പലതരത്തിൽ ഇന്ന് പോലും രാവിലെ പനിയാണ് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ചാ മരുന്ന് ഇവിടുന്ന് മേടിച്ചാൽ എന്നാലും വരണം, ഒരു സാന്നിധ്യം അത്രയും വലുതാണ്, ഈ പരിപാടി അത്രയും സിൻസിയറാണ്, അത്ര ജെനുവിനാണ്. ഇതൊരു കാലം കഴിയും തോറും മൂല്യം കൂടുന്ന ഒരു പരിപാടിയാണ് നടക്കുന്നത്. 14 വർഷമായി മരിച്ചിട്ട്. ഇതുപോലൊരു സഹോദരൻ ഉണ്ടാവില്ല. അതുപോലൊരു ഒരു എന്താ പറയാ, അങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല. അത്ര പവറാണ്, പളുങ്കാണ് ആ മനുഷ്യൻ. മരിക്കാൻ പാടില്ലായിരുന്നു. ഒരിക്കലും വരാൻ പാടില്ലാത്ത അസുഖമാണ് വന്നത്. ഒരിക്കലും ഒരു തുള്ളി മദ്യം പോലും കഴിക്കാത്ത ആ മനുഷ്യന് ലിവറിനാണ് കംപ്ലൈൻറ്റ് വന്നത്. ഭയങ്കര വിഷമമായി പോയി. ഇപ്പോഴും നമുക്ക് വീട്ടിലേക്ക് കയറുമ്പോഴുള്ള ഒരു വൈബ്രേഷൻ, ഹനീഫക്കയുടെ മനസ്സിലൊരു വൈബ്രേഷൻ. 14 വർഷമായെങ്കിലും നമുക്കത് മറക്കാൻ പറ്റുന്നില്ല. എനിക്ക് പ്രത്യേകിച്ച്, ഞാനാണ് ഏറ്റവും കൂടുതൽ പുള്ളിയായിട്ട്
പുള്ളി ഒരു ലൊക്കേഷനിൽ പോയി വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വന്നിരുന്ന ആ ലൊക്കേഷനിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ പറയും. അവിടെ നടന്ന കാര്യങ്ങളും സെലിം കുമാറായിട്ടുള്ള കാര്യങ്ങളും എല്ലാവരുടെ കാര്യങ്ങളും പറയും. മമ്മൂക്കായിട്ടുള്ളതാണെങ്കിൽ മമ്മൂക്കയുടെ കാര്യം പറയും, മോഹൻലാലിനാണെങ്കിൽ മോഹൻലാലിൻ്റെ പറയും. അങ്ങനെ സംസാരിച്ച് രാത്രി നേരം വെളുക്കണ വരെ ഞങ്ങൾ സംസാരിച്ചിരിക്കും. അത്ര സംസാരപ്രിയനാണ്. പക്ഷെ അത് നമ്മൾ ദുഃഖിക്കുന്ന ഒരു സംഭവം പറഞ്ഞിട്ടില്ല. പുള്ളിയുടെ ചിരികൾ മാത്രമാണ് ഞങ്ങൾ അല്ലേ അതെ അതെ. ഒരിക്കലും പറഞ്ഞാൽ നമ്മുടെ കണ്ണിൽ നിന്നുള്ള വരും. ഇപ്പൊ ആ സംഭവം ഞാൻ പറയില്ല എന്ന് തന്നെ നിശ്ചയിച്ചതാണ്. കാരണം ഞാൻ മരിച്ചപ്പോൾ ഒരിക്കലും പോയിട്ടില്ല. അപ്പൊ അതിന്റെ പേരിൽ ഇപ്പോഴും അനീഫ്കയുടെ സിനിമ കാണുമ്പോൾ ഞാൻ ചിരിക്കും. ഇന്നസെന്റ് ചേട്ടനെ കാണുമ്പോൾ ഞാൻ പോയിരുന്നു, കണ്ടു, ഇന്നസെന്റ് ചേട്ടൻ ഇല്ലല്ലോ എന്നുള്ളൊരു ഇതുണ്ട്. ഇത് ഞാൻ അനീഫ്ക കാണില്ല എന്ന് 3 പ്രാവശ്യം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ അറിയാലോ, ഞാനും അനീഫായിട്ട് അങ്ങനെ അറിയാലോ, 3 പ്രാവശ്യം എൻ്റെ വീട്ടിൽ പറഞ്ഞു ഞാൻ പോയില്ല. അങ്ങനെ എൻ്റെ ഒരു മനസ്സ് ഇതിനു വേണ്ടിയിട്ട് TV പോയിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു ദുഃഖമില്ല അനീഫ്ക മരിച്ചതിൽ. കാരണം നാളെ ഞാനും പോകേണ്ട ഒരു സ്ഥലത്തേക്കാണ്, അനീഫ്ക ഇന്ന് പോയേക്കാം. അത് ഉള്ളു നീറിയാണ് അത് പറഞ്ഞത്. കാരണം അത്രയ്ക്ക് ഇപ്പോൾ എന്നോടൊന്ന് മാത്രമല്ല എല്ലാവരോടും അത്രയ്ക്ക് സ്നേഹം ഉണ്ടായ മനുഷ്യനാണ്. അപ്പോൾ ഒരു സിനിമയില്ലാണ്ട് അദ്ദേഹത്തിന് ജീവിക്കാൻ ഒരിക്കലും പറ്റില്ല. സിനിമയില്ലാത്തൊരു സംഭവത്തിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. ഞാനായിട്ട് അവസാനമായിട്ട് ആയിരിക്കുന്നത് ഇതാണ്, ഇത് നമ്മുടെ ജയരാജ് സാറിന്റെ പടം ലൗഡ് സ്പീക്കർ. അവർക്ക് പുള്ളിക്ക് ക്ഷീണമായി തുടങ്ങി. പിന്നീട് മമ്മൂക്കിന് പറഞ്ഞ പുള്ളിക്ക് വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കുകയായിരുന്നു. നമ്മള് ചട്ടമ്പിനാട്ടിന് ഷൂട്ട് നടക്കുമ്പോ ഞാൻ വിളിച്ചിരുന്നു. അനീഫ് ഖാനെ വിളിച്ചപ്പോൾ അനീഫ് ഇങ്ങനെ സുഖമില്ലാതെ, പിന്നെ നമ്മൾ വേറെ ആർട്ടിസ്റ്റ് കാസ്റ്റ് ചെയ്തു. ഒരു ദിവസം ഫൈറ്റ് സീക്വൻസ് നടന്നുകൊണ്ടിരിക്കുക മമ്മൂക്കാട് ഔട്ട്ഡോറിൽ. അപ്പോൾ മമ്മൂക്ക ഷോട്ട് റെഡിയായി. മമ്മൂക്ക ഫോണിൽ ആരോ ആയിട്ട് വളരെ സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. മുഖമൊക്കെ വല്ലാതെ ഇരിക്കണോ. എന്നിട്ട് പുള്ളി ഫോൺ കട്ട് ചെയ്തിട്ട് ഈ ഔട്ട്ഡോറിലൊക്കെ ഈ പ്ലാസ്റ്റിക് ചെയറിലാണല്ലോ ആർട്ടിസ്റ്റ്, ആ ചെയറിലിട്ട് ഒരു 5-6 അടി അടിച്ചു. എന്ത് പറ്റി നമുക്ക് എന്ന് വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരത്തേക്ക് വേണ്ടിയില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറഞ്ഞു, ചേച്ചിയെ വിളിച്ചത് പ്രിയൻ സാറിൻ്റെ വൈഫ് അനീഫ് ഖായുടെ അസുഖ വിവരം പറയാൻ വേണ്ടി വിളിച്ചതാണ്. ഡോക്ടർ പറഞ്ഞു അത്രേ ഇനി 1 മാസം ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ട് 3-4 മാസം കഴിഞ്ഞിട്ടാണ് ആൾ പോയത്. അത് ഭയങ്കര സീനായിരുന്നു. അത്ര ഡോക്ടർ വന്നിട്ട് ഞാനും അനീഫിക്കയും കൂടെയാണ് പോണത്. ഡോക്ടറെ അടുത്തിട്ട് ഫയലെടുത്ത് വെച്ച് ഫയലൊക്കെ എടുത്ത് തുറന്ന് നോക്കിയിട്ട് ഡോക്ടർ അടച്ചിട്ട് പറഞ്ഞു, ഒന്നും ചെയ്യാനില്ല, ഇനി ദൈവത്തിന് വിട്ടെടുക്കുക. അനീഫ്കയുടെ നേരിട്ട് പറഞ്ഞു. അപ്പം അനീഫിക്ക ഒരു സൗണ്ട് ഉണ്ടാക്കി ഇങ്ങനെ, അത് കേൾക്കാനുള്ള ഒരു പവർ. അത് കഴിഞ്ഞിട്ടൊരു മാസം മാക്സിമം ഉണ്ടായുള്ളൂ. അത് 1 മാസം ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് അഭിനയിച്ചത് തെലുങ്ക് പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ഇത് എടുത്തിട്ടാണ് പോയത്. ഡോക്ടർ പറഞ്ഞു പോകില്ല എന്നൊക്കെ പറഞ്ഞിട്ടും രക്ഷയില്ല. പുള്ളി പറഞ്ഞു അവിടെ നിന്ന് കാശ് മേടിച്ചാണ്, അത് ചെയ്തു കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതും ദുബായിൽ ഷൂട്ടിങ്. ഫ്ലൈറ്റിൽ കയറി എൻ്റെ മടിയിൽ, ഞാനും കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ മടിയിൽ തലവെച്ച് കിടന്നുകൊണ്ടാണ് പോയത്. എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ വീൽ ചെയറിൽ അവിടെ ചെന്നപ്പോൾ സൂര്യൻ ഡയറക്ടർ, മനോജ് വാജ്പേയി, പവൻ കല്യാണൊക്കെയാണ്. അവരൊക്കെ ഷോക്കായി. എന്ത് പറ്റിയത്, കഴിഞ്ഞ ഷെഡ്യൂളിൽ നിന്ന് ഭയങ്കര ആക്റ്റീവായിരുന്നല്ലോ, സുഖമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഫ്ലൈറ്റിൻ്റെ മേലെ ചിറകിൻ്റെ മേലെ നിന്നുകൊണ്ടുള്ള ഷോട്ട് എടുക്കട്ടെ. ഒയ്യോ, ആകെ 4 ഡയലോഗുണ്ട്. അപ്പോൾ സൂര്യ പറഞ്ഞൊരു കാര്യം ചെയ്യാം, 4 ക്യാമറ വെക്കാം, എന്നിട്ട് ഒറ്റയടിക്ക് എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ മേക്കപ്പൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ആളങ്ങാട് ഉഷാറായി. പവർ വന്നു. സ്റ്റെയർകേസൊക്കെ ചാടി കയറി ഷൂട്ട് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞ് ഹോട്ടൽ വന്നതിനപ്പോൾ മെമ്മറി പോയി. പിന്നെ കിടത്തി ഉറക്കി. പിറ്റേ ദിവസം കാലത്തേന് തിരിച്ചു വന്ന് ചെന്നൈ എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെയും മെമ്മറി പോയി. പിന്നെ നേരെ ഹോസ്പിറ്റലിലോട്ട് പോയിട്ട് പിന്നെ വന്നിട്ടില്ല. ഹനീഫിക്കയോടൊപ്പം ഒരുപാട് ചിത്രങ്ങളിൽ നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട അശോകൻ ചേട്ടൻ ഓർക്കുന്നു ഹനീഫിക്കെ. സിനിമയിൽ ഒരുപാട് പേരുണ്ടെങ്കിലും ഇതൊരു വേറെ ടൈപ്പാണ് ഹനീഫിക്ക. വളരെ ആത്മാർത്ഥയും ഭയങ്കര സ്നേഹവും, പിന്നെ അതൊരു സഹായിക്കാനാണെങ്കിലും ഒക്കെ ഏത് വിധത്തിലും പുള്ളി സഹായിക്കാനും ഒക്കെ
പിന്നെ ഭക്ഷണപ്രിയനാണ്, പക്ഷെ അങ്ങനെ ഒരു വലിയ ഭക്ഷണപ്രിയനൊന്നുമില്ല. സെറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ വലിയ ആഹാരമൊന്നും കഴിക്കും. പക്ഷെ ഒരു ഗ്ലാസ് ചായ എടുക്കും, എന്നിട്ട് ആ ചായയിലേക്ക് ഒരു കഷ്ണം പുട്ടങ്ങോട്ട് ഇടും, എന്നിട്ട് അത് സ്പൂൺ കൊണ്ട് കോരി ഇങ്ങനെ കുതിർത്തി കഴിയുമ്പോൾ കഴിക്കും. അങ്ങനെ ഭയങ്കര രസമാണ് അനീഫിക്കയുടെ ഭക്ഷണമൊക്കെ. പിന്നെന്താ പറയുക, അനീഫിക്കയുടെ കൂടെ ഇരുന്നാൽ നമ്മൾ സമയം പോണ അറിയില്ല. മദ്രാസിൽ പോയിട്ട് സിനിമയിൽ അവസരം ചോദിച്ച് നടന്നതും കഷ്ടപ്പെട്ടതും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. അത് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര മോട്ടിവേഷനായിരുന്നു ശരിക്ക് അനീഫിക്ക. നമ്മൾ ഈ ഓരോ തവണ നമ്മൾ സിനിമയിൽ വന്നതിന് ശേഷം നമ്മൾ അനുഭവിച്ച വേദനകളും ബുദ്ധിമുട്ടുകളും പറയാൻ നേരത്ത് ഇതെന്താണെന്നും പറഞ്ഞ് നമുക്ക് അനീഫിക്ക കുറേ കഥകൾ ഇങ്ങനെ പറയും. അപ്പം അത് കേൾക്കുമ്പോൾ നമ്മൾ ഇപ്പം അനുഭവിക്കുന്ന വേദനകളും അല്ലെങ്കിൽ ആ സമയത്ത് അനുഭവിച്ച വേദനകളും ഒന്നുമില്ല. എന്തായാലും അനീഫിക്ക വളരെ നഷ്ടമാണ് മലയാള സിനിമയ്ക്ക് അന്നും ഇന്നും. ഇപ്പം നൗഷാദൊക്കെ പറഞ്ഞൊരു കാര്യം, പൊതുവെ ഈ സിനിമയിലുള്ള ആളുകളെ പറ്റി ഒരുള്ള പൊതുബോധങ്ങളിലൊന്നാണ് ഈ ഒരു ലിവറിനൊരു അസുഖം വന്നാൽ ഇമീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് എല്ലാവരും അത് മദ്യപിച്ചിട്ടാണ്, അല്ലെങ്കിൽ മദ്യപാനത്തിന്റെ ആധിക്യം എന്ന് വിചാരിക്കും. ഈ ഹനീഫക്ക ഒരു തുള്ളി പോലും മദ്യപിക്കില്ലായിരുന്നു. ബിയറിന്റെ ഒന്നും ചെയ്യില്ല പുള്ളി. ഒരു ബിയർ എത്രയോ തവണകള്, എത്രയോ പ്രാവശ്യങ്ങൾ, 100 കണക്കിന് പ്രാവശ്യം ഒരുമിച്ച് ഇരുന്നു. അത്ര ബന്ധമുള്ള കഴിക്കില്ല. അത് ഫാദറിനോട് കൊടുത്ത ശബ്ദം. അന്ന് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി മദ്രാസിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫാദർ അന്ന് സെൻട്രൽ ജമാഅത്ത് പള്ളി പ്രസിഡൻ്റൊക്കെയാണ്. ഭയങ്കര ഓർത്തഡോക്സ് ആയതുകൊണ്ട് സിനിമയ്ക്ക് പോകാൻ പറ്റില്ല ഒക്കെ പറഞ്ഞ് അവസാനം പുള്ളിയുടെ ഫാദറിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. അപ്പം ശബ്ദം ജയിച്ച് വെള്ളം അടിക്കില്ല എന്നുള്ള കാര്യം. ഇത് ഫാദറിനെ നമുക്ക് എല്ലാവർക്കും അത് തരും. പക്ഷെ ഹനീഫ്ക്ക് ഒരു പടി കൂടി കൂടുതലായിരുന്നു. അതെ. അപ്പൊ ഞാൻ എന്താണ് ചോദിച്ചത്, എന്താണ് കാരണം? എടാ, ചെറുപ്പത്തിൽ എൻ്റെ കാല് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇങ്ങനെ ഇരിക്കില്ല, കാലിങ്ങനെ പോകണം, ഇങ്ങനെ ഇരുന്ന് ഈ പുള്ളിക്കാരൻ കടയിൽ പോയിട്ട് വന്നിട്ട് തിരുമിയാണ് നേരെയാക്കിയത്. ആ ഒരു മകൻ എന്നുള്ളതിലുപരി, അല്ലെങ്കിൽ പുള്ളി ജീവിതകാലം മുഴുവൻ ഹനീഫ്ക സേതുന്റെ ഉള്ളിൽ കാപ്പി പിടിക്കാൻ കാശാന്ന് ഇങ്ങനെ അല്ലേ? അതിനെന്തെല്ലാം പരീക്ഷണങ്ങൾ പുള്ളി നടത്തിയേക്കണം. തിരുമ്മി അപ്പൊ എത്രയോ വട്ടം പുള്ളിനെ തിരുമ്മിയിട്ടുണ്ട്. പുള്ളി ഫാദറിന്റെ മുമ്പിൽ ഇരിക്കില്ല. ഞാനൊക്കെ ഇരിക്കും, ഫാദറിന്റെ മുമ്പിൽ പുള്ളി ഇരിക്കില്ല. ഭയങ്കര റെസ്പെക്ട് ആണ് ഫാദറിന്. ഫാദറിന് ഭയങ്കര ഹ്യൂമർ സെൻസ് ആയിരുന്നു അല്ലേ? ഭയങ്കര ഹ്യൂമർ സെൻസ് ആണ്. സിദ്ദിഖിന്റെ ഫാദറും, ഡയറക്ടർ സിദ്ദിഖിന്റെ ഫാദറും ഇസ്മായിൽ അണ്ണനും നമ്മുടെ ഫാദറും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണ്. രണ്ടുപേരും ഭയങ്കര ഹ്യൂമർ സെൻസ്. ഇവർ രണ്ടുപേരും ഭയങ്കര ഹ്യൂമർ പറയാൻ. ഇവർ രണ്ടുപേരും ചിരിക്കൂല, നമ്മളിരുന്ന് ചിരിക്കും. ഭയങ്കര രസമായിട്ടുള്ള ക്യാരക്ടേഴ്സാണ് അവര്. അനീഫ്ക്കാക്ക് ഒരു തമാശ ഇങ്ങനെ അടുത്തോടി പോയാൽ മതി. നമ്മളൊരു കുഞ്ഞു തമാശ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഭയങ്കരമായിട്ട് ചിരിക്കും അല്ലേ? പിന്നെ അത് രാംജി റാവു സ്പീക്കിങ്ങിന്റെ പ്രിയൂ ഷോ മദ്രാസിൽ അനീഫിക്കും ഞാനൊക്കെ ഉണ്ടായിരുന്നു കാണാൻ. പുള്ളി ഭയങ്കര ചിരി, കോമഡി വന്നിട്ട് ഭയങ്കര ചിരി ചിരിച്ചിട്ട് ഇന്റർവെൽ ആയപ്പോ അപ്പച്ചമ്മന്ന് പറഞ്ഞ് ഇത് ഞങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി ചിരിക്കണേണാന്ന് ചോദിച്ചു. സിദ്ദിഖ് ലാലൊക്കെ നിങ്ങളുടെ പരിചയക്കാരാണല്ലോ, അതുകൊണ്ടാണ്. പുള്ളി നിങ്ങൾ പുറത്തേക്ക് പോകും, എന്നിട്ട് ഞാൻ സിനിമ കാണുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി പിടിച്ച് പുറത്താക്കിയിട്ട് സിനിമ പുള്ളി ചിരിക്കിട്ടിയാ മതി കോമഡി. അതെ. പക്ഷെ എന്നാ ഭയങ്കര സീരിയസ് ആണ് ആള്. വീട്ടിലൊക്കെ ഭയങ്കര സീരിയസാ, എല്ലാ കാര്യങ്ങൾക്കും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ പുള്ളിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി മികച്ച സൂത്രധാരനെ. അപ്പോ അവിടെ ചെല്ലുമ്പോ ചെറിയ പാവാടയും ബ്ലൗസും ആ സ്റ്റേറ്റ് അവാർഡിന് തയ്ച്ചിട്ടേക്കണം. സത്യമാണോ? അത് സത്യമാണ്, അത് എക്സാജറേഷൻ ആണ്. അത് കൈ നിന്നിട്ട് പറയുന്നതായിരിക്കും. സ്റ്റേറ്റ് അവാർഡിന്റെ അല്ല, വേറൊരു അവാർഡിന്റെ ഉണ്ടായിരുന്നു. അതൊരു പെണ്ണിങ്ങനെ കൈപൊക്കിക്കണം, ഫുൾ ന്യൂഡായിട്ടുള്ള. അപ്പൊ അനീഫിക്കാണ്ട് ഈ തലയിലിന്റെ ബാൻഡ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് സത്യമാണ്. അത്ര ശുദ്ധനാണ്. ആരെങ്കിലും വന്നാല് ഒരു പെണ്ണ് തുണിയില്ലാണ്ടിരിക്കണം, അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു കലായുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പരിപാടി നൗഷാദയ്ക്ക് ഉള്ളതുകൊണ്ടാണോ? അതെ, ഞാൻ അനീഫിക്കയുടെ എല്ലാ പടങ്ങളിലും ഞാൻ വർക്ക് ചെയ്യാൻ പോവായിരുന്നു. എല്ലാ ലൊക്കേഷനിലും നൗഷാദൊക്കെ ഉണ്ട്. എല്ലാ ലൊക്കേഷനിലും വരും അല്ലേ? അങ്ങനെയാണ് നമ്മ പരിചയം, അല്ലാണ്ട് വീട്ടിൽ വന്നിട്ടുള്ള പരിചയമല്ല. നൗഷാദ് ആ ലൊക്കേഷനിൽ വരും.
അങ്ങനെ പരിചയപ്പെട്ട നൗഷാദിന. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അനീഫ് ഖാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടീഷർട്സ് അല്ലേ ഒരു ടീഷർട്സ് ആണ് അതിങ്ങനെ ഈ ക്രോസ് ലൈൻ. ഇനി നമുക്ക് നമ്മുടെയൊക്കെ സുഹൃത്ത് സഹപ്രവർത്തകൻ, അദ്ദേഹത്തോടൊപ്പം നിരവധി സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് പ്രിയപ്പെട്ട ഷാജു ശ്രീധർ ഹനീഫിക്കെ ഓർക്കുന്നു. ഭീഷ്മാചാരി എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ടിംഗ് KSRTC ബസ് സ്റ്റാൻഡിനടുത്ത് മിമിക്രിക്ക് പോകുന്ന ഒരു സമയത്ത് കണ്ടപ്പോൾ കുറച്ചു നേരം ഷൂട്ടിംഗ് കാണാൻ വേണ്ടി അവിടെ ഇറങ്ങി. അപ്പോൾ അനീഫ് കെ അങ്ങനെ നോക്കി, അദ്ദേഹം ഡയറക്റ്റ് എന്ന് നോക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ഒരു സിനിമയിൽ വന്നു. സിനിമയിൽ വന്നതിന് ശേഷം പുലിവാൽ കല്യാണം എന്ന് പറയുന്ന സിനിമയിൽ ഒരുപാട് നാളുകൾ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. നമുക്കെന്നും ഒരു ജ്യേഷ്ഠ തുല്യനായ ഒരാൾ കൂടെ നിൽക്കുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യും. നമുക്കൊരു ഡയലോഗ് തെറ്റുകയോ കാര്യങ്ങളോ ആയി നമ്മൾ ടെൻഷനായി പോകും. അന്നത്തെ കാലത്ത് ഫിലിം ഡിജിറ്റൽ അല്ല, റീടേക്ക് എടുക്കുമ്പോൾ അത്രയും ഫിലിം വേസ്റ്റ് ആവും. അപ്പോൾ നമ്മളൊരു തുടക്കത്തിൽ വന്ന് നടൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്തെങ്കിലും ടെൻഷൻ വരുമ്പോൾ അദ്ദേഹം കൂടെ സപ്പോർട്ട് ചെയ്യും, നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും, നമുക്ക് ഉപദേശങ്ങൾ തരും. ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു ആക്ടർ വേറെ ഉണ്ടാവില്ല. നമുക്ക് ഒരുപാട് മിസ് ചെയ്യുന്ന നടന്മാരിൽ ഒരാളാണ് കൊച്ചിൻ അനീഫ് ഖാൻ. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഓരോ ക്യാരക്ടേഴ്സും അദ്ദേഹത്തിൻ്റെ രീതിയിൽ, അദ്ദേഹത്തിൻ്റെ തനതായ ശൈലിയിൽ നമ്മളിലേക്ക് എത്തുകയും ആ സിനിമയിലൊക്കെ പുലിവാൽ കല്യാണത്തിലൊക്കെ ഒരുപാട് സീക്വൻസുകൾ കയ്യിൽ നിന്നും പുള്ളി കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരുപാട് സീക്വൻസ് ഉണ്ട്. അതൊക്കെ ഭയങ്കര രസകരമായിട്ടാണ്. നമ്മൾ ആ സലിംകുമാർ കൊച്ചിൻ അനീഫ് കോമ്പിനേഷൻ ഭയങ്കരമായിരുന്നു. മലയാള സിനിമയിൽ ഇന്നും നമ്മൾ ചിരിച്ച്, ഇന്ന് അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ നമ്മളെ വിട്ടുപോയെങ്കിലും നമുക്ക് ഒരിക്കലും അത് ഫീൽ ചെയ്യാത്ത രീതിയിൽ ഓരോ ദിവസവും അദ്ദേഹം നമ്മളിലൂടെ ജീവിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സിനിമകൾ അദ്ദേഹത്തെ കണ്ടുകൊണ്ടേയിരിക്കുമ്പോൾ. അപ്പോൾ മലയാള സിനിമയുടെ തീരാനഷ്ടങ്ങളിൽ ലെജൻസിന്റെ കുറേ പേര് നമ്മളെ വിട്ടുപോയവരിൽ ഏറ്റവും പ്രധാനിയായ ഒരാളാണ് കൊച്ചിൻ അനീഫ് ഖാൻ. നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം. അനീഫ് ഖായുടെ പിന്നെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, പണ്ട് ഇപ്പം ഞാനൊക്കെ സിനിമയിൽ വരുന്നതിന് മുമ്പ് ട്രിവാൻഡ്രം ബെൽറ്റ്, കൊച്ചി ബെൽറ്റ് എന്നൊരു സംഭവം ഉണ്ടായി. ഈ മമ്മൂക്ക, ജോഷി സാറ്, ഡെന്നീസ് ജോസഫ്, അങ്ങനെ അവിടെ പ്രിയൻ സാറ്, ലാലേട്ടൻ എന്നൊക്കെ പറയുന്ന പോലെ നമ്മളൊക്കെ കേട്ടിട്ടില്ലേ? പിന്നെ അപ്പൊ അത് ഭയങ്കര വളരെ ആരോഗ്യകരമായിട്ടുള്ള മത്സരമായിരുന്നു. അല്ലാണ്ട് വേറെ രീതിയിൽ ഈ 2 ബെൽറ്റിലും ഉള്ള ഒരേ ഒരു നടൻ അനീഫ് കെ ആയിരുന്നു. അനീഫ് ഖാൻ അവരുടെ പടത്തിലും ഉണ്ടാവും, ഈ പടത്തിലും ഉണ്ടാവും. അനീഫ് ഖാൻ ഞങ്ങളൊക്കെ ഇട്ട്, ഇപ്പൊ റാഫിക്ക്, ഞാൻ, സിദ്ദീഖണ്ണനൊക്കെ ഇട്ട് വളരെ വർഷത്തെ ബന്ധമുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഏതാണ് അടുത്ത പടം, നമ്മൾക്ക് ക്യാരക്ടർ എല്ലാം ഉണ്ടോ എന്ന് ആരോടും ചോദിക്കില്ല. ഒരിക്കലും തമാശക്ക് പോലും പറയില്ല. വിളിച്ച സന്തോഷം, വിളിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പൊ ഒരുപാട് ആളുകളുണ്ട് തമാശക്കെങ്കിലും വിളിച്ചിട്ട് നമുക്ക് അടുത്തതിൽ ഉടനെ കുറെ ആയല്ലോ, അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. പുള്ളിക്ക് വരും, എവിടെ പുള്ളിക്ക് വിളി വരും, വിളി വന്നാൽ പുള്ളി പോയിരിക്കും. അപ്പൊ നമ്മൾ വിളിച്ചാൽ രാവിലെ വന്ന് വർക്ക് ചെയ്ത് രാത്രി പോയിട്ട് നേരം വിളിക്കണവർ അവിടെ ഷൂട്ട് ചെയ്തിട്ട് രാവിലെ ഇവിടെ ഉണ്ടാവും. ഉറങ്ങാൻ അല്ലേ, വണ്ടി കയറി ഉറങ്ങും, സംസാരിച്ചോണ്ടിരിക്കുമ്പോ തന്നെ ഉറങ്ങിപ്പോവും. ചിരിച്ചിട്ട് അങ്ങനെ ഇരുന്ന് കൂർക്കം വലിക്കും. ഇത്ര വ്യത്യാസം നിങ്ങൾ തമ്മിലുണ്ടെങ്കിലും ഉണ്ടായതുകൊണ്ട് ഒരു ഈ ചേട്ടൻ എന്ന് പറയുമ്പോൾ പല സന്ദർഭങ്ങളിലും ഒരു അച്ഛന്റെ സ്ഥാനം കൊണ്ട് എടുക്കുമല്ലോ. പല മൂത്ത ചേട്ടന്മാരും നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് വീട്ടിലെ മൊത്തം കാര്യങ്ങളിൽ ഇടപെടുക, നോക്കുക. കാരണം വീട്ടിലെ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് എന്നെ ഏൽപ്പിക്കുള്ളൂ, പുള്ളി ഏൽക്കില്ല. പുള്ളി അറിയും നീ അത് തീർത്തോളൂ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പുള്ളി ഏറ്റ് അത് പുള്ളി പറഞ്ഞാൽ അത് ലാസ്റ്റ് വാക്കായിരിക്കും. അപ്പം അത് പാടില്ല, നീ സംസാരിച്ചിട്ട് അത് തീർത്തോളണമെന്ന് പറയും. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ തന്നെ ചെറിയ സാധാരണ വീട്ടുകാര്യങ്ങളിലുള്ള ഡിസിഷൻ മേക്കിങ്ങില് അപ്പൊ എന്നെ അത് ഏൽപ്പിക്കാറ്. അതുപോലെ ഞങ്ങൾ ഡെയിലി ഫോണിൽ സംസാരിച്ചിരിക്കും, ഒരു ദിവസം പോലും സംസാരിക്കാണ്ടിരിക്കില്ല. ഈ അനീഫ് ഖാൻ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഫോണിൽ സംസാരിച്ചിട്ടിരിക്കുക. അപ്പോൾ ഹരികൃഷ്ണൻസിന് ഞാൻ അഭിനയിക്കേണ്ടെന്ന് പറഞ്ഞു. ഞാനന്ന് അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഏതാ റോള്, ജൂഹി ചൗളയുടെ മുറച്ചിറക്കുന്നത്. പുള്ളി തന്നെ അത് ആസ്വദിക്കുക. പുള്ളി ആ പടത്തില് ജൂഹി ചൗളയുടെ മുറച്ചിറക്കുന്നത് കുഞ്ഞിക്കുട്ടനോ മറ്റോ ആണ് കഥാപാത്രത്തിന്റെ പേര്. ഇൻട്രസ്റ്റിംഗ് സാധനം ഇരുന്നത്. വില്ലനാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ. പിന്നെ വേഷപ്പകർച്ച ഉണ്ടല്ലോ, ചില തൊപ്പിയൊക്കെ ഇട്ട് നല്ല എല്ലാ കഥാപാത്രങ്ങള് എന്തെങ്കിലും മേക്കപ്പിൽ ചേഞ്ച് വരുത്തും, എന്തെങ്കിലും ഈ സാധനമോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പുള്ളി
മേക്കപ്പിൽ ചേഞ്ച് വരുത്തും. അല്ല ഈ ഇപ്പം നമ്മുടെ കാക്കക്കൂയിലെ ആ താക്കോൽ അവിടെ ഇരുന്നോട്ടെ എന്നൊക്കെ പറയുന്ന ഓ അതെന്തൊരു ഗംഭീര ഉണ്ടല്ലോ. അതിൽ ഈ ഓപ്പോസിറ്റ് നിന്ന് ജഗദീഷ് ചേട്ടൻ പെർഫോം ചെയ്യുമ്പോഴാണെങ്കിലും ഇതിന് റിയാക്ഷൻ ഭയങ്കരമായിട്ട്, അതായത് ഇടയിൽ ഏതോ ഒരു പോയിന്റിൽ ഇത് കേറി ഒത്തുന്ന് തോന്നുമ്പം അതവിടെ ഫിക്സ് ചെയ്യുന്നുണ്ട് പുള്ളി. അത് ശരീരം കൊണ്ട് ലുക്ക് കൊണ്ട് ഓക്കെ അവിടെ ഫിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് അവിടെ കിட்ட പോന്ന് പറഞ്ഞിട്ട് കളിക്കുന്നതല്ലേ. അതൊരു നടന്നുള്ള നിലയില് വേഴ്സറ്റൈലായിട്ട് പിടിക്കാത്ത പ്രദേശങ്ങളില്ല, കഥാപാത്രങ്ങളില്ല. അത്യാവശ്യം നല്ല ഡാൻസ് ചെയ്യുമല്ലോ. അത്യാവശ്യം നല്ല ഡാൻസ് ചെയ്യാൻ നല്ല രസമാണ് കാണാനായിട്ട്. ഇഷ്ടമാണ്. അതുപോലെ അനീഫ്ക്കയുടെ ഒരു പ്രത്യേകത കോംബോയില് ഇപ്പൊ സലീമായിട്ടുള്ള കോംബോ എത്ര പടത്തിൽ നമ്മൾ കണ്ടു അല്ലേ. അതേപോലെ ഹരിശ്രീ അശോകൻ ചേട്ടനായിട്ടും ഒരു ഇത് മറ്റേ എന്താണ് മീശവാദവും വരുമ്പോൾ ജഗദീഷ് ചേട്ടനായിട്ടുള്ള ഏത് ആർട്ടിസ്റ്റിന്റെ അവരുടെ ഒപ്പം നിന്ന് കളിച്ച് ഈ കാണുമ്പം ഈ സലീമേട്ടന്റെ ഒക്കെ ബാച്ചായിട്ട് തോന്നും ചിലപ്പോ. സിനിമ കാണുമ്പോ ഒക്കെ എം എൻ നമ്പ്യാരൊക്കെ പറ്റി അവിടെയൊക്കെ ഉണ്ടെങ്കിലും കരിമ്പന മൂർഖൻ ജയന്റെ കാലഘട്ടം അവിടെ തൊട്ടുണ്ടെങ്കിലും നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞാൽ പെട്ടെന്ന് വേണമെങ്കിൽ സലീമേട്ടന്റെ ഒരു ബാച്ചായിട്ട് നമുക്ക് തോന്നാം. അനീഫ്ക്ക നാടോട്ട് പോയതാണോ, ഇവിടെ മുങ്ങിയതല്ലേ? ഹനീഫ്ക്കയോ അഭിനയിക്കാൻ വേണ്ടിട്ട്? അഭിനയിക്കാൻ വേണ്ടിയല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടി കത്തിച്ച് കളഞ്ഞു പുള്ളി. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടി കത്തിച്ച് കളഞ്ഞു അല്ലേ? കൊടി കത്തിച്ചല്ലേ? വിപ്ലവകാരിയായിരുന്നു. പിന്നെ അല്ലാണ്ട് കോളേജിൽ പഠിക്കുമ്പോഴാണ് തോന്നുന്നു അല്ലേ? ആൽബർട്ട്സിൽ പഠിക്കാം, എസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ തൊഴിലാളികൾ സമരം ചെയ്തതാണ്. അപ്പൊ എല്ലാ കടകളുടെ മുമ്പിലും കൊണ്ടുവന്ന് ചുവന്ന കൊടി ഇങ്ങനെ കുത്തിവെച്ചിട്ടുണ്ട്. അപ്പൊ മുതലാളിമാരൊക്കെ കൂടി ഒരു ഭാരവണ്ടിയിൽ കൊണ്ടുപോയി തൊഴിലാളികൾക്കെതിരായിട്ട് ചെയ്ത്. അപ്പോൾ അവർ സോഡാ കുപ്പി എറിഞ്ഞ് ഒരു കൈയൊക്കെ പിടി. അപ്പം നമ്മുടെ അളിയൻ്റെ കൈയൊക്കെ മുറിഞ്ഞ്. അനീഫിക്ക് സ്കൂട്ടറിൽ വരുമ്പോൾ കണ്ട സീൻ അതാണ്. പുള്ളി വേഗം അവിടുന്ന് കൊടികളൊക്കെ ഇങ്ങനെ വലിച്ചെടുത്ത് ഈ സിഗരറ്റ് കത്തിക്കാൻ ഉപയോഗിക്കുന്ന വിളക്കുണ്ടല്ലോ പണ്ട്, അതിൽ മണ്ണെണ്ണ കറുത്ത് വെച്ചിട്ട് കത്തിച്ച് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാകുന്നത്. ചോരച്ചെങ്കുടി കത്തിച്ചവരെ, കാപാലികരെ, ഗുണ്ടകളെ നിങ്ങളെ ഞങ്ങൾ എടുത്തോളാം, തട്ടിക്കളയാൻ ഓർഡറിട്ട് അനീഫിക്കാന മദ്രാസിലേക്ക് മാറ്റി. അന്ന് എം ലോറൻസ് ഉണ്ടായിരുന്നു. എം ലോറൻസ് ഇടപെട്ടിട്ടാണ് അത് കോംപ്രമൈസ് ആക്കിയത്. കുറേ വർഷങ്ങളെടുത്ത് കോംപ്രമൈസ് ആകാനായിട്ട്. പിന്നെ പുള്ളി മാക്സിസ്റ്റുകാരനായി. കൊച്ചിയിൽ മത്സരിക്കാൻ വേണ്ടി വന്നതാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട്. സ്ഥാനാർത്ഥിയാകാൻ പോയതാ. പിണറായി വിജയൻ വന്നിട്ട് സംസാരിച്ചു. പിന്നെ എന്തോ ഒക്കെ പറഞ്ഞത് മിസ്സായി പോയി. ഹനീഫ്ക്ക് അങ്ങനെ അതിനുള്ള പൊളിറ്റിക്സ് പരിപാടികൾ കേൾക്കലൊന്നുമില്ല. ചിരിച്ചു കളിച്ച് രസിച്ച് പോലല്ലാതെ ഒരു ആരോപണം പരിപാടികളിലോട്ടൊന്നും നിൽക്കാൻ റെഡിയാവുന്ന ആളായിരുന്നു തോന്നുന്നില്ല. ഇരട്ട കുട്ടികളല്ലേ ഹനീഫയ്ക്ക് മകള്? അവരൊക്കെ ഇപ്പം +2 കഴിഞ്ഞു. അവർ CAക്ക് വേണ്ടി ചേർന്നിരിക്കുകയാണ്. നന്നായിട്ട് പഠിക്കും. സഫേ മാർവേ. നിങ്ങൾ എന്തോ ഒരു കമന്റ് അടിച്ച് ഓർമ്മയില്ല. ഞാനത് പറയാം. അപ്പൊ അതായത് അനീഫ്ക്ക് പിള്ളേർക്ക് പേരിട്ട് സഫാ മാറുവാന്ന് പറഞ്ഞ 2 മലകളാ. അപ്പൊ സലീം എന്തോ ഒരു കമന്റ് പറഞ്ഞു, ഞാൻ ഉണ്ട് എന്റെ പ്രശ്നം. അപ്പൊ അനീഫ്ക പറഞ്ഞു, എന്താണ് അനീഫ്ക കൊച്ചുങ്ങളുടെ പേരെന്താന്ന് വെച്ചു. എടാ സാഫാ മർവാന്നാണ് കുട്ടികളുടെ പേര്. 2 പെൺകുട്ടികൾ സാഫാ മർവെന്നാണ്. ഭാഗ്യം 3 ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ 1000 ഗാതൊന്നും ഇട്ടേനെ. പാട്ടിലെ വരികൾ നമ്മളെ ഏതൊരു പടം ഷൂട്ടാണ് നമുക്ക് ഉലുവാലി കല്യാണം തോന്നണല്ലേ? ഏത് ഇയറിലാണ് കുട്ടികളുണ്ടാവണ? അതാണ് തോന്നുന്നു ലൈറ്റ് ആയിട്ട് ഉണ്ടായത്. കുടുംബമൊക്കെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവരോട് ഞങ്ങളുടെ അന്വേഷണം കാണുമ്പോ ഞാൻ പറഞ്ഞു, വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വരാൻ വേണ്ടിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞില്ല, പഠനവും തിരക്കൊക്കെയാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് നമ്മളിവരെ വളരെ ഒരു പോസിറ്റീവായിട്ട് ഓർക്കുക എന്ന് പറയുകയും പിന്നെ ചില കാര്യങ്ങൾ ഇങ്ങനെ ഇവർക്കൊന്നും ഒന്നും സംഭവിക്കില്ലെങ്കിൽ ഈ കാലപ്രവാഹത്തിൽ ചില ഓർമ്മകൾ ഇങ്ങനെ ഓർമ്മകളാണല്ലോ ഇത്. ഇടയ്ക്ക് ഓർത്തില്ലെങ്കിൽ മറവി അതിനെ ബാധിക്കും. അപ്പൊ അത് ഓർക്കുകയും ഓർക്കുന്ന കാര്യങ്ങളിൽ ഒരു ചിത്രത്തിൽ എന്ന പോലെ നമ്മൾ സൂക്ഷിച്ചു വെക്കുകയൊക്കെ ചെയ്യേണ്ടെന്നതൊരു ആവശ്യകതയെന്നും കൂടെ തോന്നിടത്താണ് ഇതുപോലെ ഒരു പരിപാടിയെ കുറിച്ച് ആലോചിക്കുന്നത്. സലീമേട്ടനാണെങ്കിലും നസീർക്കയാണെങ്കിലും ഷാഫി സാറാണെങ്കിലും ജോണിച്ചേട്ടനാണെങ്കിലും ഒക്കെ പറയുന്ന ഓർമ്മകളോടൊപ്പം നമ്മൾ കഥാപാത്രങ്ങളെ കുറിച്ച് പറഞ്ഞു പോയതിന്റെ എണ്ണം
വളരെ വലുതാണ്. എത്രയോ കഥാപാത്രങ്ങൾ വെറുതെ ഇരുന്നിങ്ങനെ എഴുതി പറയും. പറഞ്ഞു പോകുമ്പോൾ ഓർത്തു പോകുക എന്ന് പറയുന്നൊരു നടനെ സംബന്ധിച്ചൊരു വലിയ അച്ചീവ്മെന്റ് ആണ്. അദ്ദേഹം എഴുതിയ സിനിമകളെക്കുറിച്ച്, സംവിധാനം ചെയ്ത സിനിമകളെക്കുറിച്ചൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ഒരു റെഫറൻസ് ഇല്ലാണ്ട് ഓർത്ത് പറയാൻ പറ്റുന്നത് ഒരു കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വലിയ വലുപ്പമാണ്, അദ്ദേഹത്തിന്റെ ഒരു വലിയ അച്ചീവ്മെന്റ് ആണ്. ഓർമ്മയിലെന്നും കൊച്ചിൻ ഹനീഫിക എന്ന് പറയുന്ന ഈ എപ്പിസോഡിൽ സാന്നിധ്യമായി എത്തിയതിന്, ഈ ഓർമ്മയുടെ യാത്രയിലൊപ്പം കൂടിയതിന് എല്ലാവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ആൽബം സൈൻ ചെയ്യാം. അമൃത ടിവിയുടെയും ഞങ്ങളുടെയും ഭാഗത്തു നിന്നും നൗഷാദയ്ക്ക് ഒരു ഉപകാരം, സ്നേഹസമ്മാനം സലീമേട്ടൻ സമ്മാനിക്കും. ഒരു നിമിഷത്തെ ഒരു സംഭവത്തെക്കുറിച്ച് നമുക്ക് ഒരായുസ് മുഴുവൻ ഓർക്കാനാകും. ഓർമ്മകളുടെ ഒരു ദൈർഘ്യം അത്ര വലുതാണ്. ഹനീഫിക്കയെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ നമ്മളുടെ മനസ്സിൽ ഇവിടെ അവസാനിക്കുന്നില്ല. ഓർമ്മയിലെന്നും എന്ന പരിപാടിയുടെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത അധ്യായത്തിൽ